ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ കൊല്ലത്ത് പോയപ്പോൾ അമ്മയ്ക്കൊരു ആശ തോന്നി മീൻ ചെയ്യണമെന്ന്. മുട്ടത്തോടെ വെച്ചാണ് അത് മീൻ ചെയ്തോ. സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം. ഹലോ ഫ്രണ്ട്സ്, ഇത് മുട്ടത്തോട് കൊണ്ട് ഒരു മീനാണ്, ഫിഷാണ് ചെയ്യുന്നത്. അത് മോൻ പറഞ്ഞ കറക്റ്റാണ്. അവിടെ പോയി കൊല്ലം ഫെസ്റ്റിന് പോയി പലതരം മത്സ്യങ്ങളെ കണ്ടപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് നമ്മൾ അടുത്തോട്ട് നിന്ന് ആ ഒരു വാ തുറക്കുന്നതും എല്ലാം കണ്ടപ്പോൾ നമുക്കത് എനിക്ക് അന്നേ ഒരു ഫിഷ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മുട്ടത്തോട് തന്നെ അതിനൊരു ഇതായിട്ട് എടുത്ത് ഞാൻ ഇതുപോലെ മുട്ടത്തോടെടുത്ത് 2 എണ്ണം ചേർത്ത് വെച്ച് അതിനെ ബോണ്ട് വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് ഫെവിക്കോൾ വെച്ച് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ ഒരു 2-3 ലെയർ ഇതുപോലെ വെറും ഫെവിക്കോൾ വെച്ചാണ് ഈ ലെയറുകൾ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 മുട്ടത്തോട് ഒരുമിച്ച് വെച്ച് അത് ബോണ്ട് വെച്ച് ഒട്ടിച്ചിട്ട് വേണം പിന്നെ നമ്മളിത് ചെയ്യാൻ. ഇതുപോലെ ചുറ്റി അതത്രയും വരിഞ്ഞങ്ങ് എടുക്കുക. സിമ്പിളായിട്ട് നമ്മൾ കുഞ്ഞൊരു പലതരം ഫിഷുകളായിരുന്നു കൊല്ലം ഫെസ്റ്റിൽ കണ്ടത്. അപ്പോൾ ആ ഒരു ഫിഷെല്ലാം നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള ഇനി കുഞ്ഞു കുഞ്ഞു ഫിഷസും ഒക്കെ കണ്ടതാണ്. അതൊക്കെ മനസ്സിലിങ്ങനെ ഇരുന്നതിൻ്റെ പേരിലാണ് അത് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയത്. മോൻ പറഞ്ഞ കറക്റ്റാണ്. അവനും ഒരുപാട് ഇഷ്ടമാണ് ഈ ഫിഷ്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഏതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ്ലി ക്ലേ വെച്ച് ഡയറക്റ്റ് ത്രൂ ചെയ്യാം. പക്ഷേ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിച്ച് ഇത് വെച്ച് ഞാൻ മുമ്പും പലതരം വേറൊരു ഫിഷും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് ഇത് വെച്ച് ഓവൽ ഷേപ്പിൽ നമുക്ക് അതേ ഷേപ്പിലുള്ള ഒരുപാട് ഫിഷസുകൾ നമുക്ക് ചെയ്യാം. പല കളറിൽ ചെയ്തിടാം. ഇതുപോലെ അത് നമ്മൾ ആദ്യമേ ഒന്ന് വരിഞ്ഞ് അത് കട്ട് ചെയ്ത ഭാഗത്ത് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒരു ലെയറും കൂടി ഇതുപോലെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോഴാണ് ആ ഒരു വായുടെ ഭാഗം നമുക്കൊന്ന് കൊതച്ചതൊരു മൗത്തിൻ്റെ കണക്കൊരു ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നത്. ഇനി ആ ഒരു ടെയിൽ ഭാഗത്ത് വീണ്ടും നമ്മൾ ഒരു ലെയർ കട്ട് ചെയ്ത് അതിൻ്റെ വാലിൻ്റെ അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെയാണ് 2 സൈഡിലും നമ്മൾ ഇതുപോലെ ഇപ്പോൾ അതിൻ്റെ ഒരു ടെയിലും എല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് ഇനി അതിന് കളർ എടുത്തിരിക്കുകയാണ്. ടെയിലും അതുപോലെ തന്നെ ആ ടെയിൽ വെച്ചതിന് ശേഷം അത് കത്രിക ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒരു ഷേപ്പാക്കി വെച്ച് എന്നിട്ട് ഇതിപ്പം കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞ് ഇനി അത് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാം. ഞാൻ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഞാൻ അതിൽ ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യെല്ലോ എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ്. റെഡ്, യെല്ലോ, വൈറ്റ്. അതാണ് ആ ടെയിലിന് കൊടുത്ത അതേ സെയിം കളർ തന്നെയാണ് സൈഡിലും ഒക്കെ കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാണാനും കൗതുകമായിരിക്കും. നമുക്ക് ചെയ്ത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പറ്റുന്ന വളരെ സിമ്പിളാണ് ടിഷ്യൂ പേപ്പർ. ആദ്യമേയൊക്കെ ഞാനത് ന്യൂസ് പേപ്പറായിരുന്നു യൂസ് ചെയ്തത്. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ നമുക്ക് ഫെവിക്കോളിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഷേപ്പുകൾ നല്ല രീതിയിൽ നമുക്കത് ഫോൾഡ് ചെയ്ത് കറക്റ്റാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒട്ടുമുക്കാലും ഞാൻ ടിഷ്യൂ പേപ്പേഴ്സാണ്. വലിയ വലിയ ഐറ്റംസുകൾ നമുക്ക് ചെയ്യുമ്പോൾ മാത്രം ന്യൂസ് പേപ്പേഴ്സ് യൂസ് ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ കളർ ചെയ്ത് ഏത് ചെറിയ ഐറ്റംസ് ആണെങ്കിലും ചെറിയൊരു ഒറിജിനാലിറ്റിയോടുകൂടി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഇനി ആ ഒരു കണ്ണ് വെച്ച് അതിൽ 2 വൈറ്റ് മുത്തും ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ആ ഒരു വായുടെ ഭാഗം ഇതുപോലെ വൈറ്റ് ഇടുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു നല്ല ഭംഗിയായിട്ടൊരു കുഞ്ഞ് ഫിഷ് റെഡിയായി കഴിഞ്ഞ്